ഇത് എല്ലാവരും ചോദിക്കും ഇത് എന്താണ് സംഭവം എന്ന് ചിലർക്കൊന്നും അറിയത്തില്ല. ഇത് പിക്ക് ലൈൻ ആണ്. നമുക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിക്ക് ലൈൻ. ഇതിലെയാണ് ഇനി കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലൈൻ ഇങ്ങനെ വന്ന് നമ്മുടെ ഹാർട്ടിന്റെ ധമനിയിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരല്ലേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മരണം. മരണതുല്യമായ ഒരു രോഗം വന്ന റെസ്റ്റ് ഇൻ പീസ് എന്ന് ആദ്യമേ ഇടുന്ന മനുഷ്യരെ പറ്റി ഇതിനെയും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഹാർട്ടിൽ അങ്ങനെ ക്യാൻസർ വരില്ല. ഞാൻ പറഞ്ഞത് ഹാർട്ടിൽ ക്യാൻസർ വരില്ലായിരിക്കാം, പക്ഷെ ഹാർട്ടിന്റെ മസിൽ, അതിന്റെ ഭിത്തിയിലേക്ക് ക്യാൻസർ വ്യാപിച്ചെന്നുള്ളത് സത്യമാണ്. അതങ്ങനെ ഈ ഒരു ക്യാൻസർ ബ്രസ്റ്റിൽ നിന്ന് ഭിത്തിയിലേക്കും പിന്നെ ലങ്സിന്റെ ചെറിയ ഭാഗത്തേക്കും, ഒരു ലങ്സിൽ ചെറിയൊരു സ്കാർ പോലെയാണ് വന്നേക്കുന്നത്, ഹാർട്ടിന്റെ ഭിത്തിയിലേക്കും വ്യാപിച്ചു. അപ്പൊ ഈ പറയുന്നവർക്കല്ലല്ലോ അസുഖം, ഞാൻ അനുഭവിക്കുന്ന അസുഖമല്ല. അപ്പൊ എനിക്കതല്ലേ പറയാൻ പറ്റത്തുള്ളൂ, ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു നേഴ്സ് അതിനകത്തിട്ടേക്കുന്ന ഹാർട്ടിൽ വ്യാപിക്കത്തില്ലെന്ന്. ശരിയായിരിക്കും, ഹാർട്ടിൽ വ്യാപിക്കത്തില്ല, പക്ഷെ ഹാർട്ടിലെ മസിൽ രോഗമെന്നെ പീഡിച്ചൻ ദേഹം ശയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചൻ ദേഹം ശയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. യേശുവെന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ പാട്ട് എന്തിനാണ് പാടിയെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊന്ന് പാടിയായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടുക തന്നെയല്ല, ഒരുപാട് പേര് എന്നെപ്പോലെ രോഗം ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് അനേക രോഗികളുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസമായി എന്ന് കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഈ രോഗം മാറിക്കഴിയുമ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നാലും എന്താ പറയുക, എനിക്ക് ദൈവത്തിന് വേണ്ടി സാക്ഷി പറയാനൊരു അവസരവും കൂടെ ദൈവം എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് ഈ കൈ, ഇത് എല്ലാവരും ചോദിക്കും ഇത് എന്താണ് സംഭവം എന്ന് ചിലർക്കൊന്നും അറിയത്തില്ല. ഇത് പിക്ക് ലൈൻ ആണ്. നമുക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിക്ക് ലൈൻ. ഇതിലെയാണ് ഇനി കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലൈൻ ഇങ്ങനെ വന്ന് നമ്മുടെ ഹാർട്ടിന്റെ ധമനിയിലേക്കാണ് കിടക്കുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിയത്തില്ല. ഒരു ട്യൂബ് ഉണ്ട് ഇവിടെ, ഒരു കത്തീറ്റർ ഉണ്ട് ഇതിനകത്ത് ഇപ്പോഴും ഇതിരിപ്പുണ്ട്. ഇന്നലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടതാണ്. അതിലെ അസ്വസ്ഥകളും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. നല്ല പെയിനാണ്. അപ്പോൾ ആ പെയിനിലൊക്കെ ഞാൻ അവിടെ കിടന്നുകൊണ്ട്, എൻ്റെ കിടന്നുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ കുഞ്ഞിലേ മുതലേ ഒരു ദൈവവിശ്വാസിയാണ്. കുഞ്ഞിലേ മുതലേ സൺഡേ സ്കൂളും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടന്ന ഒരാളാണ്. സോ ഇപ്പം കുറെ നാള് എന്താ പറയാ, ദൈവത്തെ അന്വേഷിച്ചില്ലെന്നല്ല, ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും തിരക്ക് മൂലം ഓടി നടപ്പായിരുന്നു. സോ ഇപ്പോൾ ഈ ഒരു രോഗശൈലിയിലായുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് വീണ്ടും മനസ്സിലാക്കാനും ദൈവം എൻ്റെ അടുത്ത് ഇരിക്കുന്ന പോലെയും, അല്ലെങ്കിൽ എനിക്ക് ആശ്വാസം ഈ ഒരുപാട് പേരുടെ പ്രാർത്ഥന മൂലം തോന്നുന്നത്. ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, വഴിപാടും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എനിക്ക് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ഏറ്റവും ആശ്വാസപദമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ പറയാൻ വന്നതിൻ്റെ കണ്ടീഷനെ പറ്റിയാണ്. ഇപ്പം ഇതിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം നാളെ കഴിഞ്ഞും കീമോ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബ്രസ്റ്റിൽ ഒരു ക്ലിപ്പ് ഇടണം. അത് ക്ലിപ്സ് എന്ന് പറയും. അത് ഈ സർജറി, ബ്രസ്റ്റിന് എന്തായാലും സർജറി ഉണ്ടാവും. സർജറിയിൽ ആ ട്യൂമർ വേഗം കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിൻ്റെ ഒരു ഇതാണ് ക്ലിപ്പ് ഇടുന്നത്. നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ നല്ല രീതിയിൽ നടക്കട്ടെ. പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ ടെൻഷൻ അറിയാമല്ലോ, ചുറ്റുമുള്ള ഒരുപാട് പേര് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്നെപ്പറ്റി അപവാദം പറഞ്ഞെങ്കിലും പോലും ഞാൻ പതറാതെ നിന്ന് ഇപ്പോഴും ഞാൻ പതറിയില്ല. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഈ അസുഖം, ശാരീരികമായിട്ടുള്ള
അസ്വസ്ഥത കൊണ്ടായിരിക്കണം, ഉറക്കമില്ല. അപ്പം ജസ്റ്റ് ഇപ്പോൾ ഉറക്കത്തിന് ജസ്റ്റ് ചെറിയ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, വലിയ കൂടിയതൊന്നുമല്ല, ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അതും ഡോക്ടേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ അവർ പരിശോധിച്ചിട്ട് തന്നെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ പിന്നെ ഞാൻ ഒരു പോസ്റ്റ് കണ്ട ആദരാഞ്ജലികൾ എന്ന് പറയുന്നത്. ഇവരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല, കാരണം ഇവർ പണ്ടേ ശങ്കരൻ തെങ്ങിൽ എന്ന രീതിയിൽ അവർ വീണ്ടും വീണ്ടും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഫോട്ടോ വരെ ഇടും, അങ്ങനെയാണ് ആൾക്കാരെ വെച്ചിട്ട് അത് വരെ ഇടും. അപ്പോൾ അവരെ പറ്റിയൊന്നും എനിക്ക് പറയാനില്ല. അവരോടൊക്കെ ദൈവമേ ക്ഷമിക്കണേ, അവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ വരരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദരാഞ്ജലികൾ രേണു, റെസ്റ്റ് ഇൻ പീസ്. എനിക്ക് കൈ ഇത്രേ പൊങ്ങത്തുള്ളൂ, വേദനയാട്ടെ. റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. അത് ഏത് മകനാണോ ആ ഇട്ടേക്കുന്നതെങ്കിൽ ആ മകനോട് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, കാരണം അവൻ അവൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അവൻ ചെയ്തതാണ്. ആരും ഇനി ഇതുപോലെ ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി മരിച്ചെന്ന് ഇടരുത്. മരണമെന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരല്ലേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മരണം. മരണതുല്യമായ ഒരു രോഗം വന്ന റെസ്റ്റ് ഇൻ പീസ് എന്ന് ആദ്യമേ ഇടുന്ന മനുഷ്യരെ പറ്റി ഇതിനെയും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, എൻ്റെ വ്ളോഗിലൂടെ പറയാനില്ല. കാരണം ഈ വ്ളോഗ് കാണുന്നവർക്കറിയാം എൻ്റെ അവസ്ഥ. പിന്നെ ഹാർട്ടിൽ അങ്ങനെ ക്യാൻസർ വരില്ല. ഞാൻ പറഞ്ഞത് ഹാർട്ടിൽ ക്യാൻസർ വരില്ലായിരിക്കാം, പക്ഷെ ഹാർട്ടിൻ്റെ അതിൻ്റെ ഭിത്തിയിലേക്ക് ക്യാൻസർ വ്യാപിച്ചെന്നുള്ളത് സത്യമാണ്. അതങ്ങനെ ഈ ഒരു ക്യാൻസർ ബ്രസ്റ്റിൽ നിന്ന് ഭിത്തിയിലേക്കും പിന്നെ ലങ്സിൻ്റെ ചെറിയ ഭാഗത്തേക്കും ലങ്സിൽ ചെറിയൊരു സ്കാർ പോലെയാണ് വന്നേക്കുന്നത്, ഹാർട്ടിൻ്റെ ഭിത്തിയിലേക്കും വ്യാപിച്ചു. അപ്പം ഈ പറയുന്നവർക്കല്ലല്ലോ അസുഖം, ഞാൻ അനുഭവിക്കുന്ന അസുഖമല്ല. അപ്പം എനിക്കതല്ലേ പറയാൻ പറ്റത്തുള്ളൂ, ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു നേഴ്സ് അതിനകത്തിട്ടേക്കുന്ന ഹാർട്ടിൽ വ്യാപിക്കത്തില്ലെന്ന്. ശരിയായിരിക്കും, ഹാർട്ടിൽ വ്യാപിക്കത്തില്ല, പക്ഷെ ഹാർട്ടിലെ മസിൽ ഭിത്തിയിൽ വ്യാപിച്ചാലും അതിൽ ഇതുണ്ടായാലും നമ്മൾ ഹാർട്ടിൽ നിന്ന് പറയും. പിന്നെ അതുപോലെ കക്ഷം, ആക്സലറി അല്ലേ, എനിക്കത് പദം അറിയത്തില്ല. ആക്സലയിലും വ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ അതും കുത്തിയെടുത്തു, അതിൻ്റെ ബയോപ്സി നടത്തി. സോ ഇതൊക്കെയാണ് എൻ്റെ രോഗവിവരവും കാര്യങ്ങളും. ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ല ഉറക്കമില്ല, ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പം കൗൺസിലിംഗ് ഒക്കെ നടത്തി, കൗൺസിലിങ്ങിലൊക്കെയാണ് ഗുളിക തന്നത്. കാരണം എനിക്ക് ഈ സ്ട്രെസ്സ് താങ്ങാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാണ്. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയി, ഇന്ന് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇവിടെ ബ്ലീഡിങ് ഉണ്ട്, ഈ ഒരു സംഭവത്തിന് ബ്ലീഡിങ് ഉണ്ട്, ഭയങ്കര പെയിനാണ്. കാരണം ഇത് ഇങ്ങനെ വന്ന് ഹാർട്ടിലേക്കാണ്. ഹാർട്ടിനെ ധമനി എന്ന് പറയല്ലേ, നിങ്ങൾക്ക് അറിയാലോ, ധമനി സിര നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എനിക്ക് ഓർമ്മയില്ല. അപ്പം ധമനി മെയിൻ വലിയ കുഴലിലേക്കാണ് ഈ ഒരു ട്യൂബ് അല്ലെങ്കിൽ ഈ ഒരു കത്തീറ്റർ ചെന്നേക്കുന്നത് നേരെ. അപ്പം കീമോ തുടങ്ങുമ്പോൾ ഇങ്ങനെ അതിനകത്തോട്ടാണ് പോകുന്നത്. അപ്പം കീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കഴിവതും ക്ഷീണമാണെങ്കിൽ പോലും ഞാൻ കഴിവതും നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കാം. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സബ്ബ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഓരോരുത്തർ സബ് ചെയ്യുന്നത് മൂലം എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് പൈസയൊക്കെ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. തികയത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഓരോരുത്തരുടെ സബ് എനിക്ക് ഓരോ ഹെൽപ്പ് ആയിക്കോട്ടെ. എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, പെടലി വേദനയാണ്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക.